ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ പരിശോധിക്കാനായി നിയോഗിച്ച ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി, സംയുക്ത പാർലമെൻ്ററി സമിതി, ഈ സമിതിയുടെ ആദ്യ യോഗം ഇന്നാണ്. പി ചൗധരി എം പി അധ്യക്ഷനായ സമിതിയിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ 39 അംഗങ്ങളുണ്ട്. മാറ്റത്തിന് വഴിവെക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭരണഘടനാ വശങ്ങൾ സംയുക്ത പാർലമെൻ്ററി സമിതി ചർച്ച ചെയ്യും എന്ന് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നിതിൻ അംബുജൻ. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നേരത്തെ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതിനുശേഷമാണ് ബില്ല് JPCക്ക് വിടുന്ന നടപടി സർക്കാർ പാർലമെന്റിൽ സ്വീകരിച്ചത്. എന്തായാലും ആ JPCയുടെ ആദ്യ യോഗമാണ് ഇന്നിപ്പോൾ ചേരാനിരിക്കുന്നത്. BJP MP PP ചൗധരി അധ്യക്ഷനായ സമിതിക്ക് 39 അംഗങ്ങളുണ്ട്. അതിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ 39 അംഗങ്ങളുണ്ട്. നേരത്തെ 31 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും. പിന്നീട് അത് വിപുലീകരിച്ച് 12 രാജ്യസഭാംഗങ്ങളും അതോടൊപ്പം തന്നെ 27 ലോക്സഭാംഗങ്ങളുമായി അങ്ങനെ 39 അംഗങ്ങളാണ് ഈ ഒരു സമിതിയിലുള്ളത്. എന്തായാലും സമിതി ഇന്ന് ആദ്യ യോഗം ചേരും. അതിനുശേഷം 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. എന്തായാലും നേരത്തെ തന്നെ പ്രതിപക്ഷം ഇത് വ്യക്തമാക്കിയിരുന്നു, ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഒരു ബില്ലെന്നുള്ളത്. കാരണം ഈ ബില്ല് പാസ്സാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും 6 ഭേദഗതി അടക്കം നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുകയായിരുന്നു. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം നേരത്തെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആദ്യ JPC യോഗത്തിലും പ്രതിപക്ഷം സമാനമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN.